വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിൽ പോകുന്നത്. സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഗംഗേശാനന്ദയുടെ ഹർജി പരിഗണിച്ചാണ് നടപടി. നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലായിരുന്നു നേരത്തെ സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരെ കേസെടുത്തത്. പിന്നീട് ആ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് അതിൻ്റെ കുറ്റപത്രമടക്കം വിചാരണ കോടതിയിൽ സമർപ്പിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. വിനോദ്, ഏറെ പ്രമാദമായ കേസാണ്. സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമായിരുന്നു, പരാതിയായിരുന്നു നിയമ വിദ്യാർത്ഥിനെ പീഡിപ്പിച്ചെന്ന കേസ്. ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? ുള്ളത് അതിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു, ലൈംഗികമായി അതിക്രമിച്ചു എന്ന കേസ്, ആ കേസാണ് കോഷ് ചെയ്തിരിക്കുന്നത്. ആ കേസ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ആദ്യം 2017 ഈ കേസിനാസ്പദമായ സംഭവം തുടങ്ങുന്നത് ആ സമയത്താണ്. 2017 ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കമുണ്ടാകുന്ന കേസിൻ്റെ തുടക്കം. ആ സമയത്ത് ഈ പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചതിൻ്റെ പേരിൽ സ്വയരക്ഷയ്ക്ക് അങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്ന മൊഴിയാണ് പോലീസിന് നൽകിയത്. ഈ കൃത്യം നടന്ന ശേഷം പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നീട് കേസ് കോടതിയിൽ വരുന്ന നിലയുണ്ടായി. അപ്പോൾ ഈ സ്വാമി തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് പെൺകുട്ടി മൊഴി മാറ്റിയിരുന്നു. മജിസ്ട്രേറ്റിന് അത്തരത്തിലുള്ളൊരു മൊഴി നൽകി. താൻ സ്വയം ജനനേന്ദ്രിയം മുറിച്ചതാണെന്ന മൊഴി സ്വാമിയും നൽകി. അങ്ങനെ ഈ കേസിൽ മറ്റ് പരാതികളില്ലാത്ത തരത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ പിന്നീട് സ്വാമി തന്നെ കോടതിയെ സമീപിച്ച് അങ്ങനെയല്ല, ഒരു കൂട്ടം ആളുകൾ തന്നെ ആക്രമിക്കുകയായിരുന്നു, തന്നെ ഉപദ്രവിക്കുകയായിരുന്നു, തനിക്കുമേൽ ആക്രമണം നടത്തുകയായിരുന്നു എന്ന കാര്യം സ്വാമി മൊഴിയായി നൽകുകയും ആ കേസ് അതേപടി നിലനിൽക്കുകയുമായിരുന്നു. അവിടെയാണ് പെൺകുട്ടിയുടെ വീണ്ടും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചെന്നുള്ള കേസും കൂടുതൽ സജീവമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടക്കുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഈ കേസിൽ നിന്ന് 2 കേസുകളാണുള്ളത്. അതിൽ സ്വാമിയെ പ്രതിയാക്കിക്കൊണ്ടുള്ള കേസാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ടോം, വിനോദിലേക്ക് എത്താം. ഇപ്പോൾ സ്വാമി ഗംഗേശാനന്ദ സ്പോട്ട് ലൈവ് ചേരുന്നുണ്ട് തത്സമയം. സ്വാമി ഗംഗേശാനന്ദ 2017 മെയ് മാസത്തിൽ നടന്ന ഒരു സംഭവമാണ്, രജിസ്റ്റർ ചെയ്ത കേസാണ്. ഏകദേശം 9 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം. ഏറ്റവും ഒടുവിൽ അങ്ങേക്കെതിരായിട്ടുള്ള ഈ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. എന്താണ് പ്രതികരിക്കാനുള്ളത്? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എൻ്റെ ഗുരുക്കന്മാരുടെയും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി വ്യക്തികളുടെയും അനുഗ്രഹം കൊണ്ടാണ് ഈ കേസ് ഒഴിവായതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഞാൻ നേരിടേണ്ടി വന്ന ഒരു ദുര്യോഗമായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാരണവശാലും ആരെയും പ്രത്യേകം ഇത് കേസ് തള്ളാൻ വേണ്ടിയോ സ്വാധീനിക്കാൻ വേണ്ടിയോ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് വളരെ പ്രഗത്ഭനായ എസ് രാജീവ് എന്ന് പറയുന്ന എറണാകുളം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ആ അഭിഭാഷകന്റെ വളരെ നല്ല ശ്രമം കൂടിയാണ് ഇത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ, 10-15 മിനിറ്റ് ആയിട്ടുള്ള വിധി വന്നിട്ട്. അന്നേരം തന്നെ ഞാൻ ആദ്യം നിങ്ങളെയാണ് വിളിച്ച്, എൻ്റെ അടുത്ത സുഹൃത്തായ ആളിനെ വിളിച്ചാണ് ഞാൻ ഇവർ ആദ്യം ചാനലിൽ പറയുന്നത്. കാരണം അത്രയും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് നിങ്ങളുടെ ചാനലിലുള്ള അരുൺ എന്ന് പറയുന്നത്. അരുണിനെ വിളിച്ചാണ് ഞാൻ ആദ്യം വിവരം പറയുന്നത്. ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട്, ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഇതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതിൽ ഉണ്ടാവില്ല. പക്ഷെ ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം അത് സ്മാരകമാക്കണം. ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് മാത്രം. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് തുടക്കത്തിൽ സ്വാമി തന്നെ കോടതിയിൽ നൽകിയ മൊഴിയായിരുന്നു, കോടതി വ്യക്തമാക്കിയ കാര്യമായിരുന്നു. അതായത് താൻ അങ്ങ് സ്വമേധയാ ഈ രീതിയിൽ ലിംഗം മുറിച്ചതാണ്. പിന്നീട് നിലപാട് മാറ്റുന്നു. ഉറങ്ങിക്കിടന്ന് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് ലിംഗഛേദം നടത്തിയതാണ് പിന്നീട് സ്വാമി തന്നെ മൊഴി മാറ്റിയത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്ന് പറഞ്ഞാല്, എന്നെ ഇതിനൊരു ശരിയായ രീതിയിൽ ഞാൻ കൃത്യമായ രീതിയിലാണ് എല്ലാ മൊഴിയും കൊടുത്തിട്ടുള്ളത്. എന്നെ വളരെ അത്യന്യാസ നിലയിലാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. പോലീസ് വന്ന് കാണുന്ന സ്ഥലത്ത് തന്നെ രക്തം ഇങ്ങനെ പണം കെട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ വളരെ അവശത എന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഡോക്ടർമാർ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എങ്ങനെയാ സംഭവിച്ചതെന്ന്. അപ്പൊ ഇവരിത് വിശ്വസിക്കുന്നില്ല.
ഇവര് പറയുന്ന ഒരു പെൺകുട്ടിയാണല്ലോ ചെയ്തത്. ഞാൻ പറഞ്ഞു പെൺകുട്ടി എനിക്കറിയില്ല ആരാ ചെയ്തതെന്ന്. ഇതൊന്നും പറഞ്ഞിട്ട് ഇവര് കേൾക്കാത്ത കാരണം അസഹ്യമായ വേദന 80% മുറിഞ്ഞെന്നാണ് ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നത്. അസഹ്യമായ വേദനയാണ്. ഞാൻ സ്ട്രെച്ചറിൽ പോലും കയറാതെ ഈ രക്തം ഒലിപ്പിച്ചുകൊണ്ട് നടന്നാണ് ആശുപത്രിയിലൂടെ കാഷ്വാലിറ്റി ചെന്ന് കിടക്കുന്നത്. ഇവരൊന്നും ചെയ്യുന്നില്ല, ദുഷ്ടന്മാര് പോലീസുകാർ. അവസാനം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇവർക്ക് ചെയ്യണ്ടേ, വേദന എടുക്കല്ലേ എനിക്ക്. അപ്പൊ പറഞ്ഞു ഞാൻ സ്വയം ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ ഉന്മാദാവസ്ഥ ഞാൻ ചെയ്തെന്ന് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. അത് കഴിഞ്ഞ് അതിന്റെ കാര്യങ്ങൾ എന്നെ ചോദ്യം ചെയ്ത പ്രശാന്ത് കാണി എന്ന് പറയുന്ന SP ആണ് ലാസ്റ്റ് എന്നെ എന്നെ മൊഴിയെടുത്തത്. മൊഴിയെടുക്കല്ല, ചോദ്യം ചെയ്തത്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു 15 പേര് അന്ന് എന്നെ മൊഴിയെടുത്ത് ചുറ്റും നിന്നിട്ട് 3 SP മാരും എല്ലാം കൂടി. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം കൂടെ എന്നെ ഒരു കട്ടിലേക്ക് കിടന്നിട്ട് എനിക്കിപ്പോ ഇത്രയും പ്രായമായി അവശത ആയുധം കൊണ്ട് എന്നെ ആക്രമിക്കും. ഇങ്ങനൊരു മുറിവ് നടത്ത് നിങ്ങൾക്ക് ആക്രമിക്കാനും മുറിയാനും പറ്റും, പക്ഷെ പെട്ടെന്ന് നടക്കില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അവിടെ വേറെ ആരും വന്നതായിട്ട് കാണുന്നില്ല എന്ന് വേറെ ആരും പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അറിഞ്ഞാണെങ്കിൽ നിങ്ങൾ പറയാറുണ്ട് ഞാൻ കളരിയഭ്യാസിയാണ്, എനിക്ക് അഭ്യാസമൊക്കെ എന്റെ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന അഭ്യാസമൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. പക്ഷെ അങ്ങനെ പെട്ടെന്നൊരാള് ഇത് മുറിക്കാൻ പറ്റുന്ന സ്ഥലമല്ലത്. എനിക്ക് ബോധമുണ്ടെങ്കിൽ, അപ്പൊ ബോധമില്ലാതാക്കിയിട്ടാണ് ചെയ്തതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. തീർച്ചയായും അങ്ങനെയെങ്കിൽ സ്വാമിയുടെ ലിംഗം മുറിച്ച കേസുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടോ? അവർക്കെതിരെ നിയമ നടപടി ആവശ്യമല്ലേ? അങ്ങയുടെ മുൻ ശിഷ്യൻ അയ്യപ്പദാസും പെൺസുഹൃത്തും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയും ആക്രമണവും എന്നായിരുന്നല്ലോ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ആ കേസിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? അതായത് അരുൺകുമാർ എന്ന AC ആണ് എന്നെ ചോദ്യം ചെയ്തത്. അദ്ദേഹമാണ് ഈ കേസ് നോക്കിയത്. അരുൺകുമാർ എന്നെ 12ാമത്തെ ദിവസം ഇങ്ങനെ മുറിഞ്ഞ അവശയായിരിക്കും എന്നെ കൊണ്ടുപോയി പേട്ട സ്റ്റേഷനിൽ കൊണ്ടുപോയാണ് ചോദ്യം ചെയ്തത്. അവരൊക്കെ വളരെ മര്യാദയ്ക്കാ പെരുമാറുന്നതെങ്കിലും അസഹ്യമായ വേദന ഉണ്ട്. അപ്പോഴും ഈ മുറിവൊന്നും ആയിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്തപ്പം അവസാനം ഈ അരുൺകുമാർ എന്നോട് പറഞ്ഞു പെൺകുട്ടിക്കെതിരെയും അയ്യപ്പദാസിനെതിരെയും സ്വാമിക്ക് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ മറുപടി എന്റെ മൊഴി നോക്കി അറിയാം. അന്നേരം ഞാൻ പറഞ്ഞു പെൺകുട്ടിക്കെതിരെ എനിക്ക് കേസില്ല, അയ്യപ്പദാസിനെതിരെയും സന്ധ്യക്കെതിരെയും ഞാൻ പറഞ്ഞ മൊഴിയാണ് എനിക്ക് പറയുന്നത്. സന്ധ്യക്കെതിരെ അയ്യപ്പദാസിനെതിരെയും വേറെ പലർക്കെതിരെ എനിക്ക് കേസൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ ഒരു കോടതിയുണ്ട് മോളിൽ, അവിടെ കൊടുക്കുകയുള്ളൂ. അങ്ങനെ തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആർക്കെതിരെയും കേസ് കൊടുത്തിട്ടില്ല. ഞാൻ ഒരു ചാനലും വന്നിരുന്നിട്ട് സത്യം പറഞ്ഞെന്നുള്ളതല്ലാതെ ആരെയും അങ്ങനെ അക്യൂസ് ചെയ്ത് പറയുകയൊന്നും ചെയ്തിട്ടില്ല. കാരണം ഈ ചെയ്ത ആൾക്കാർക്ക് അറിയാം ആരാ ചെയ്തതെന്ന്. അവരതിന്റെ ഫലം ഈശ്വരൻ മേളിലുണ്ട്. ചട്ടമ്പിസ്വാമി സമാധിയായിട്ടേ ഉള്ളൂ, മരിച്ചിട്ടില്ല. ആ ശക്തിയിൽ വിശ്വസിച്ചാണ് ഇതുവരെ ഞാൻ ഇരുന്നത്. അതിന്റെ പരിസമാപ്തിച്ച് താമസിച്ചു, അതെനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ മഠാധിപതിയല്ല, എനിക്ക് ഭക്തന്മാരും ശിഷ്യന്മാരല്ല, ഞാൻ ആൾദൈവമല്ല, ഞാൻ സാധാരണ മനുഷ്യരാണ്. അന്നും ഇന്നും എന്റെ എല്ലാ കാര്യങ്ങളും സുതാര്യതയുള്ള ആളാണ്. സാമ്പത്തിക ഇടപാടിലല്ല. ഇവരെ ഒത്തിരി നോക്കി, എന്റെ പരിചയമുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ ചെന്ന് നോക്കി എനിക്കെതിരെ മൊഴി കിട്ടാൻ. ആരും എനിക്കെതിരെ മൊഴി പറഞ്ഞില്ലെന്നാണ് സത്യം. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. പെൺകുട്ടിക്കെതിരെ എനിക്ക് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു എനിക്കെതിരെ സ്വാമിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമായിരുന്നോ ഈ കേസിന് പിന്നിൽ? തീർച്ചയായിട്ടും അതായിരുന്നല്ലോ. കാരണം സന്ധ്യക്കെതിരെ 250 കടലാസ് എന്റെ കയ്യിലിപ്പുണ്ട്. ആ സന്ധ്യ ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥലം ചുടുവിലയ്ക്ക് മേടിച്ചിട്ട് അവര് ചെയ്ത തോന്നിവാസങ്ങൾ, അതായത് പുത്തമ്പാലൻ രാജേഷിനെ കൊണ്ട് അവിടെ വന്ന് ആൾക്കാരെ അടിച്ച് ഈ സന്ധ്യ കുറച്ച് ദിവസം ഒരു 2 മാസത്തോളം ആൾക്കാര് പ്രതിഷേധിച്ച് അകത്ത് കയറ്റിയില്ല. അവിടെ സന്ധ്യ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് IG ആണെന്ന് ആലോചിക്കണം, അകത്ത് കയറ്റില്ല. അങ്ങനെ ഈ പുത്തമ്പാലൻ രാജേഷും 55 ഗുണ്ടകളും വന്ന് അടിച്ചാണ് സന്ധ്യയെ അകത്ത് കയറ്റുന്നത്, ആൾക്കാരെ ഓടിച്ചിട്ട്. ഇതൊക്കെ വളരെ വ്യക്തമായി നടന്ന ഗൂഢാലോചനയാണ്. ഇതിനെതിരെ ഞാൻ ശരിക്കും വളരെ ശക്തമായ പല നടപടിയും കരുതൽ ഇപ്പൊ ഈ കുഞ്ഞ സമയത്ത് പറയാൻ സാധിക്കില്ല. അതിന്റെ വൈരാഗ്യം 180 വയസ്സുള്ള ഒരു അമ്മയ്ക്കെതിരെ അവരെ പുഷ്കരാശി അമ്മ ടീച്ചറായിരുന്നു, അവർക്കെതിരെ അവരെ കേസെടുത്തു. ഈ പെണ്ണിന്റെ അമ്മയ്ക്കെതിരെ 12 കേസെടുത്ത്, അച്ഛനെതിരെ 6 കേസെടുത്തു. സകല നാട്ടിലുള്ള സ്ഥലങ്ങൾക്കെതിരെ ഒരു കേസും ശിക്ഷിച്ചിട്ടില്ലെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഈ സന്ധ്യയുടെ ദുർനടപടിയെ എതിർത്ത് ഓരോ കാരണം കൊണ്ട് സന്ധ്യയും പിന്നെ എന്റെ കൂടെയുള്ള ചില ആൾക്കാരും ഞാൻ വളർത്തിക്കൊണ്ട് ചെറിയ പിള്ളേരൊക്കെ കൂടി ചേർന്നാണ് എന്നെ ഈ എതിർത്ത് സഹായിച്ചത്. എനിക്കതൊന്നും പരാതിയില്ല. ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥലത്തിന് വേണ്ടിയല്ലേ, ഇതൊക്കെ ഞാൻ സഹിക്കും. ഞാൻ ഇതുവരെ ഒന്നും ആരോടും പോയി പരാതി പറഞ്ഞില്ലല്ലോ, അവര് ചെയ്തു ഇവരൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ സത്യം ഇതാണ്, അതിന്റെ തെളിവുകൾ വേണമെന്ന് അത്യാവശ്യം സന്ധ്യയുടെ തോന്നിവാസങ്ങളുടെ തെളിവ് എന്റെ ഇരിപ്പുണ്ട്. അത് പുറത്തു ഞാൻ തയ്യാറാണ്. പക്ഷേ അവരെ ദ്രോഹിക്കാൻ ഞാൻ ഒരു പ്രാവശ്യം മാത്രം എന്റെ അമ്മ സന്ധ്യ ബെഹ്റയ്ക്ക് ശേഷം DGP എന്ന് പറഞ്ഞ് എന്റെ അമ്മ ഉറക്കില്ലാതായപ്പോൾ മാത്രം ഞാൻ ചില കടലാസ് മുഖ്യമന്ത്രിക്ക് എത്താൻ വേണ്ടി ചിലർ പറഞ്ഞിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ സന്ധ്യക്കെതിരെയും യാതൊരു കാര്യവും ചെയ്തിട്ടില്ല.
പിന്നെ അവരുടെ കർമ്മം അവർ അനുഭവിച്ചോളും. അവർ ചെയ്തത് ശരിയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. സ്വാമി, അതായത് അങ്ങ് സൂചിപ്പിക്കുന്നത് അങ്ങക്കെതിരായ ഈ കേസിന് പിന്നിൽ ഒരു പോലീസ് ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണോ? അങ്ങനെയെങ്കിൽ അവർക്കെതിരെ തുടർ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടോ? അങ്ങക്ക് അപകീർത്തി കേസ് കൊടുക്കാം, മാനനഷ്ട കേസ് കൊടുക്കാം. പ്രത്യേകിച്ചും കോടതിയിൽ നിന്നും ഈ കേസിൽ കുറ്റവിമുക്തനായ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അങ്ങ് സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് സന്യാസിമാരെന്ന് പറയുന്നത് സാധാരണ ആൾക്കാരെ കാര്യം ഒത്തിരി കുറ്റങ്ങളോ കുറവുകളോ സന്യാസിമാരുണ്ടെങ്കിലും ഞങ്ങള് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതും പ്രതികരിക്കുന്നതും വളരെ ശ്രദ്ധയോടെ വേണമെന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞേക്കുന്നത്. ചട്ടമ്പി സാഹിബിന്റെ ജോലികളെ ജന്മസ്ഥലം നിങ്ങൾക്കറിയാം, ഗുരുദേവന്റെയും അയ്യങ്കാലിലൊക്കെ ജന്മസ്ഥലം സർക്കാർ സംരക്ഷിക്കുന്നുണ്ട്. അതായത് സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ചട്ടമ്പി സാഹിബ് മാത്രം അത്ര കുറഞ്ഞ ഒരാളാണോ? സ്വാമി ജനിച്ച സ്ഥലമാണ് നായനാർ സർക്കാരിന്റെ കാലത്ത് ഗുപ്തൻ നായർ സാറും ശ്രീധരമേനോനും പുതുശ്ശേരി രാമചന്ദ്രനും പത്മനാഭൻ തമ്പിയും രവീന്ദ്രൻ പിള്ളയും സമിതിയെ സർക്കാർ നിയോഗിച്ച ഹൈക്കോടതി നിയോഗിച്ച് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതാ ജന്മസ്ഥലം. ആ ജന്മസ്ഥലം സന്ധ്യ മേടിച്ചത് ചുളുവരയ്ക്കാണെന്ന് എല്ലാവർക്കും. അതുപോലും അന്വേഷണത്തിൽ ഇതുവരെ പരിധിപ്പെട്ടിട്ടില്ല. അത് കാരണം എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ അഹിംസ, അതായത് ചട്ടമ്പി സാഹിബ് ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കരുന്ന ആ ദ്രോഹിക്കാനുള്ള തത്വത്തെ അടിയറച്ച് ഞാൻ ഇതിനെതിരെ ഞാനങ്ങ് സഹിച്ചു, അല്ലെങ്കിൽ അങ്ങ് എടുത്തു. അതിനകത്ത് ദേഷ്യം ക്ഷമാരൂപം തപസ്സിനാന്നാണ്. തപസ്സികള്, അതായത് സന്യാസിമാര് ക്ഷമയുള്ളവരായിരിക്കണം എന്നാണ്. തുല്യനിന്ദ സുഹൃർ മൗനി സന്തുഷ്ടോ ഏനകേനതി എന്നൊക്കെ പറയുന്ന ഭക്തിയോഗത്തിലെ ശ്ലോകങ്ങളൊക്കെ ഞങ്ങൾ ആ ബേസിൽ ഞങ്ങൾ ജീവിക്കുന്നത്. അല്ല, ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ വിചാരിക്കുന്നതും ഞങ്ങൾ പ്രവർത്തിക്കുന്നതും മൂന്ന് തരത്തിലാണ്. ഇതൊന്നും സാധാരണക്കാരന് പറഞ്ഞാൽ മനസ്സിലായി. അത് കാരണമാണ് ഞാൻ ക്ഷമയോടുകൂടി ഇതിനെ സ്വീകരിച്ചത് ഇതുവരെ. ഇനിയും എന്റെ ശ്രമം ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം അത് സ്മാരകമാക്കണം. അത് സന്ധ്യത്തെ കൈവശം വെച്ചേക്കുന്നതാണ്. അത് സ്മാരകമാക്കണം. അത് ഇപ്പുറത്തെ സ്ഥലം മേടിച്ച് അവിടെ കെട്ടിടവും മുൻകൈയെടുത്തെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അത് സംഗീത് കുമാറാണ്. അതിൽ ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് മാത്രം. അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാനാണ്. അപ്പൊ സ്വാമിയുടെ ജന്മസ്ഥലം അപ്പൊ ചില ആൾക്കാർ വ്യക്തമാണ്. വളരെയധികം നന്ദി സ്വാമി ഗംഗേശാനന്ദ. എന്തായാലും ഏകദേശം 9 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരായ ലൈംഗികാതിക്രമ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഗംഗേശാനന്ദയുടെ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. ഇതിനുശേഷം സ്വാമി ന്യൂസ് 18നോട് പ്രതികരിച്ചത് ഈ ഒരു കേസിന് പിന്നിൽ, തനിക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമ കേസിന് പിന്നിൽ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ്. പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥയ്ക്കെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.